കോഴിക്കോട് വിലാസിനി എന്ന നാടകനടിയിൽ നിന്നും കുട്ടിയേടത്തി വിലാസിനി എന്ന താരത്തിലേക്ക് ഹ്രസ്വകാലം കൊണ്ട് വളർന്ന ഒരാളല്ല ഈ അഭിനേത്രി. ഒരുപാട് അനുഭവങ്ങളിലൂടെയും അഭിനയ പാഠങ്ങളിലൂടെയുമായിരുന്നു ഈ നടിയുടെ വളർച്ച. ഒരു നടിയെന്ന നിലയിൽ അഭിനയത്തോടുള്ള ആത്മാർത്ഥതയും സമർപ്പണവും കണ്ടറിഞ്ഞ ഒരാൾ ജീവിതയാത്രയിൽ സഹയാത്രികനായി കൈപിടിച്ചു. ലവ് പോകുന്നില്ല, അപ്പച്ചനൊക്കെ ആയിട്ടുള്ള ഒരു ആലോചന തന്നെയായിരുന്നു. അങ്ങനെ ഒരു കലാകാരനായിരുന്നു, എഴുത്തായിരുന്നു. പിന്നെ പുള്ളി അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. കൂടി ഞാനൊരു നാടകം ചെയ്തിട്ടുണ്ട്, അമേശ്വർ നാടകം. ആ സമയത്ത് തന്നെയാണ് എൻ്റെ കല്യാണം കഴിഞ്ഞു. അല്ലാണ്ട് പുള്ളിയെ എഴുതാനൊന്നും നിന്നില്ല. ആ പുള്ളിക്ക് ആ എഴുത്തോട് കൂടിയിട്ട് തന്നെ നിന്നു. പുള്ളി ചെറുപ്പത്തിലൊക്കെ കുറേ സ്കൂളിലൊക്കെ നാടകം കളിച്ചിട്ടുണ്ടെന്ന് മാത്രം, അല്ലാണ്ട് വലിയ കലാകാരനൊന്നുമല്ല. പിന്നെ ഒരു വർഷം ഞാൻ പോകാതിരുന്നു. എൻ്റെ രണ്ടാമത്തെ മകനെ പ്രസവിച്ചതിന് ശേഷം പോകാൻ പറ്റാതെയായി. അപ്പോൾ ഈ പിന്നെയും പോകേണ്ടി വന്നു. ജീവിത പ്രശ്നമായി. അന്നൊന്നും വളരെ തുച്ഛമായ പൈസയാണല്ലോ കിട്ടത്. വീട്ടിലാണെങ്കിൽ കുറേ അംഗങ്ങളുണ്ട്, അവരെല്ലാവർക്കും ജീവിക്കണം. ഇപ്പോൾ ഒരു ട്രിപ്പ് എൻ്റെ അനിയത്തി അന്ന് മദ്രാസിലാണ്. അവരൊക്കെ ഒരു ട്രിപ്പിന് എല്ലാവരും കൂടി നമ്മുടെ വീട്ടിലേക്ക് വരും, എൻ്റെ വീട്ടിലേക്ക് വരും. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഒരാഴ്ച 2 ആഴ്ച നിൽക്കുകയാണെങ്കിലൊക്കെ ഞാൻ തന്നെ നോക്കണം. അത് കഴിഞ്ഞ് അവർക്ക് പോകണമെങ്കിൽ അവർക്ക് വണ്ടിക്കൂലി കൊടുക്കണം. അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ബന്ധുത്തിനെയും സ്വന്തത്തിനെയും എല്ലാവരും ഞാൻ നല്ലോണം നോക്കിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആരുമില്ല എന്നുള്ളതാണ്. അവരൊക്കെ വലിയ വലിയ പൈസക്കാരായി. അവരൊക്കെ ഇപ്പോൾ ദുബായും മറ്റതും മറിച്ച് എല്ലാവരും ഒക്കെ ആയി. അവരൊക്കെ ഇപ്പോൾ നമ്മളൊന്നും കണ്ണു പിടിക്കുന്നില്ല എന്നുള്ള കണ്ടോരെന്നൊക്കെയാണ് അവരിപ്പോൾ അവരുടെ ഡയലോഗ് വരിക. കണ്ടോരൊക്കെ വീട്ടിൽ കയറ്റിയാൻ ഈ ചേച്ചിക്ക് ഇഷ്ടം എന്താ തോന്നണമെന്നാണ് എൻ്റെ അനിയത്തിയുടെ ഒരു മകൾ പറഞ്ഞത്. അതൊന്നും നമുക്കൊന്നും മറക്കാൻ കഴിയില്ല. അപ്പോൾ ഈ കണ്ടോരെന്ന് പറയുമ്പോഴൊക്കെ നമ്മളും പെടില്ല അതിൽ. അതിൻ്റെ ശേഷം ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഞാൻ അവരായിട്ട് ഒരു ബന്ധവുമില്ല. എല്ലാവരും ഞാൻ നല്ലോണം നോക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്തത് വിളിച്ചു പറയല്ല, സങ്കടം കൊണ്ട് പറയാം, മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറയാം. ഇപ്പം ഞാൻ അവർക്ക് ആരുമല്ല. പക്ഷെ ദൈവം എന്നെ കഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പോഴത്തെ ഞാൻ സുഖമായിട്ട് ജീവിക്കുന്നു. എനിക്ക് നല്ല പെൻഷനുണ്ട്, ഞങ്ങളുടെ അമ്മ സങ്കടമുണ്ട്, എല്ലാം നല്ല ഇതായിട്ട് പെൻഷൻ കിട്ടിയിട്ട് സുഖമായി ജീവിക്കുന്നു. എൻ്റെ കുട്ടികൾ നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. എൻ്റെ കുട്ടികൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട്. എൻ്റെ പേരക്കുട്ടികളും എൻ്റെ മക്കളും എല്ലാം എൻ്റെ അടുത്ത് തന്നെയുണ്ട്. എനിക്ക് ജോലിയില്ല എന്നുള്ളൊരു കഷ്ടമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് ജോലി ചെയ്യണമെന്നുണ്ടോ വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ പലരും വിളിക്കാറുണ്ട്. എന്നോട് പറയും, ചേച്ചി വിളിക്കുന്നു. ഞാൻ വിളിക്കും. ആ വിളിക്കുന്ന സമയത്ത് ചേച്ചി വിളിക്കാം, അവിടുന്ന് ഇങ്ങോട്ടുള്ള റിപ്ലൈ ആണ്, ചേച്ചിക്ക് പറ്റിയ വേഷം വരട്ടെ, അപ്പം വിളിക്കാം. ഈ ചേച്ചിക്ക് പറ്റിയ വേഷം വരട്ടെ എന്ന് പറഞ്ഞാൽ മരിക്കണവരിക്കും ഇങ്ങനെ വേഷം വരാൻ നിൽക്കുമോ? അതല്ല. അപ്പോൾ എന്തുകൊണ്ട് വിളിക്കുന്നില്ല? കോഴിക്കോടുന്ന് ആളുകളെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, നടികൾ പോകുന്നുണ്ട്, പേരൊന്നും ഞാൻ പറയുന്നു, നടികൾ പോകുന്നുണ്ട്, നടന്മാർ പോകുന്നുണ്ട്. അവരെല്ലാം കോഴിക്കോടുകാരാണ്, അവരെല്ലാം സീരിയൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് എന്നെ മാത്രം വിളിക്കുന്നില്ല? ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നാടക ട്രൂപ്പിട്ട് ഒരു വ്യക്തി എന്നെ ഭയങ്കരമായി പറ്റിച്ചവനാണ്. അവൻ കാരണം എനിക്ക് 4 ലക്ഷം രൂപ അവിടെ തിരുവനന്തപുരത്ത് കടം വന്നിട്ടുണ്ട്. ഞാൻ നാടകം കഴിച്ചിട്ടാണ് ആ കടമൊക്കെ വീട്ടിയത്. അവൻ പാർട്ട്ണറാവാന്ന് പറഞ്ഞിട്ടാണ് നാടക ട്രൂപ്പ് തുടങ്ങിയത്. 90-ലാണത്. 2 നാടകം ഞാൻ കഴിച്ചുള്ളൂ. അതിലെനിക്ക് 4 ലക്ഷം രൂപ കടം വന്നിട്ടുണ്ട്. ഞാൻ ജോലി ചെയ്ത പൈസ, സിനിമയുടെ പൈസയും ആ സമയത്താണ് ഞാൻ മണിച്ചിത്രത്താഴ് ചെയ്യുന്നത്. പിന്നെ 3 വർഷം ഞാൻ കൊല്ലം അശ്വതി ഭാവനയിൽ അഭിനയിച്ചു. ആ പൈസയും എല്ലാം കൂടിയിട്ടാണ് ഞാൻ അവിടുത്തെ ആ കടങ്ങളെല്ലാം വീട്ടിയത്. ജീവിതത്തിന്റെ സങ്കട വഴികളിൽ ഒരുപാട് നടന്നു പാകപ്പെട്ടതാണ് ഇന്നത്തെ വിലാസിനി. കുടുംബത്തിന്റെ നല്ല ജീവിതത്തിനു വേണ്ടി സ്വന്തം അധ്വാനം സമർപ്പിച്ച ഒരാളാണ്. പക്ഷേ പിൽക്കാലത്ത് സ്നേഹിച്ച പലരിൽ നിന്നും മുറിവേൽക്കാനായിരുന്നു വിധി. ഇന്ന് എല്ലാ വിഷമങ്ങളെയും മറികടക്കുന്നത് സ്വന്തം മക്കളുടെയും പേരക്കുട്ടികളുടെയും സ്നേഹ സാമീപ്യത്തിലാണ്. എനിക്ക് 2 മക്കൾ. അവർക്ക് ഈ 2 പെൺകുട്ടികൾ. മൂത്ത മകന് 2 പെണ്ണ്, രണ്ടാമത്തെ മകന് 2 പെണ്ണ്. അതിൽ 3 പേരുടെ കല്യാണവും കഴിഞ്ഞു. ഇനി ഒരാളേ ഉള്ളൂ. അവൾ ബാങ്ക് സെക്രട്ടറിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മക്കളൊക്കെ എല്ലാം കൂടി എൻ്റെ ഒരുമിച്ച് തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീട് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകും. പണി കഴിഞ്ഞാൽ എല്ലാ വിശേഷ ദിവസങ്ങൾക്കും ഞങ്ങൾ വളരെ ജോളിയായിട്ടാണ്. ഞങ്ങൾ പേരക്കുട്ടികളും
ഞാനൊക്കെ ആയിട്ട്. മെയിനായിട്ട് ടി വി ഉണ്ടായാൽ ഞാൻ രക്ഷപ്പെടും. പിന്നെ അതുമല്ല, ഈ വീട്ടിലുള്ള ജോലികൾ മുഴുവനും ഞാനാണ് ചെയ്യുന്നത്. ഒരാളാണെങ്കിൽ എനിക്ക് ഭക്ഷണത്തിൽ ഞാൻ കാര്യമായിട്ടുള്ളതൊക്കെ ചെയ്യും. ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യുന്നത്. തുണി നനയ്ക്കുന്നത്, തുടയ്ക്കുന്നത്, തൂത്തുവാരുന്നത്, പാത്രം കഴുകുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാം ഞാൻ തന്നെയാണ്. ആരുമില്ല. ഒരു 1-2 മണിയാകുമ്പോഴേക്ക് ഏകദേശം എൻ്റെ ജോലിയൊക്കെ തീരും. അത് കഴിഞ്ഞ് ഒരു 4-5 മണി വരെ ടി വി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അരമണിക്കൂർ നേരം എനിക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ദൈവത്തിൻ്റെ സഹായം കൊണ്ടാണല്ലോ. എനിക്ക് പണമില്ലെങ്കിൽ എൻ്റെ പേര് ഭയങ്കരമല്ലേ. കുട്ടിയെഴുത്തി വിലാസം ഏത് രാജ്യത്ത് പോയാലും ഈ മുഖം അറിയും. അതൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഞാൻ എത്ര ഭാഗ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്ന ആ ഒരു കാര്യത്തിനാണ്. ഒന്നുമല്ലാത്ത ഒരാളല്ലായിരുന്നോ ഞാൻ? ആരും അറിയാത്തൊരു സ്ത്രീയായിരുന്നല്ലോ ഞാൻ. ഇപ്പം ഞാൻ എവിടെ പോയാലും എനിക്ക് സീറ്റാണ്. ഒരു ബാങ്കിൽ പോയാലോ ഒരു ഡോക്ടർമാരെവിടെ പോയാലോ എവിടെ പോയാലും നമുക്ക് ഇരിക്കാൻ വേഗം ഒരു സീറ്റ് വരും. അത് എന്തുകൊണ്ടാണ്? ആ കുട്ടിയെഴുത്തി വിലാസിനി ഒരു സിനിമാക്കാരിയായി ഒരു കുട്ടിയെഴുത്തി ആ ഒരു ഭാഗ്യം പേര് തന്നത് MT മേനോൻ ചേട്ടനാണല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ 6:30-ക്ക് പിന്നെ ഞാൻ ടി വി ഇടും. ടി വി ഇട്ട് കഴിഞ്ഞാൽ സീരിയലുകൾ മുഴുവനും കാണും. ഓരോ ചാനലും മാറ്റി മാറ്റി കാണും. 10:30 വരെ കാണും. ടി വിയിൽ തമിഴ് പടം, കൂടുതൽ തമിഴ് പടം കാണുക. നല്ല പടമൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല മലയാള പടമാണെങ്കിൽ മലയാള പടം കാണും. ഇതിങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചും കൂടെ തടിച്ചു. ജോലിയൊന്നും ചെയ്യാറില്ല, വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണുകയാണ്. ഇടയ്ക്കൊന്ന് എണീക്കും, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലാതെ. അപ്പം അങ്ങനെ ഈ ടി വികളെന്നെ കൊണ്ടാണ് ഞാൻ മനസ്സിൻ്റെ സുഖം. അല്ലാതെ തന്നെ മനസ്സിന് ഒരുപാട് മനസ്സ് പ്രയാസങ്ങളുണ്ട്. അതൊന്നും ഞാൻ പിന്നെ പറയുന്നില്ല. പക്ഷെ ആ പ്രയാസങ്ങളൊക്കെ തീരുന്നത് ഈ ടി വി ഉള്ളത് കൊണ്ടാണ്. സിനിമയിലേക്ക് ആരും ക്ഷണിക്കുന്നില്ല എന്നത് ഇന്ന് വലിയ ദുഃഖമാണ്. സത്യൻ, മധു തുടങ്ങിയ പോയ കാലത്തെ സൂപ്പർ താരങ്ങളുടെ നായികയായി അഭിനയിച്ച വിലാസിനി ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന മോഹം പുതിയ കാലത്തെ താരരാജാക്കന്മാരുടെ അമ്മവേഷത്തിൽ അഭിനയിക്കാനാണ്. ഞാൻ മരിക്കണ ക്യാമറയുടെ മുമ്പിൽ നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. ജനങ്ങൾ എന്നെ മറന്നു പോവില്ലേ?